ഈ ഭാവിയിൽ ഇതേപോലുള്ള സന്ദർഭങ്ങൾ വന്നാൽ ഇപ്പോൾ മേയർ സ്ഥാനത്തേക്ക് അടക്കമുള്ള കാര്യത്തിൽ പരിഗണിക്കപ്പെടുന്നതിന് അനവധി പേരുടെ പേരുകൾ വന്നാൽ അതിൽ KPCC അപ്പോഴെങ്കിലും ഇടപെടേണ്ടതുണ്ട് എന്നുള്ള നിലയിലേക്ക് ഒരു തിരുത്തൽ പാർട്ടിയുടെ ഒരു ഘടനാപരമായിട്ടുള്ള പ്രവർത്തനത്തിലൊക്കെ വരുത്താൻ ഇത് പ്രേരകമാവുമോ? ഇത് യഥാർത്ഥത്തിൽ KPCCക്ക് വളരെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ളത്. ആ രീതിയിലാണ് മറ്റെല്ലാ സ്ഥലങ്ങളിലും തീരുമാനിച്ചത്. ഇവിടെ ചില പ്രശ്നങ്ങളുണ്ടായി. അത് ചില വ്യക്തികളാണ് അത്തരത്തിലുള്ള ഒരു തീരുമാനം. ഞാനതിനെ ഒരു പാർട്ടി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പാർട്ടി ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ നിരവധി ആളുകളുണ്ടല്ലോ. അവരെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നെടുത്ത ഒരു തീരുമാനമാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ ഞാൻ ആ ഡിസ്കഷൻ ഇപ്പോൾ ഞാൻ തൽക്കാലം പറയുന്നില്ല, പിന്നീട് വേണ്ടി വന്നാൽ പറയാം. അതെ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ അന്ന് കോർപ്പറേഷനിലേക്കുള്ള ആ തെരഞ്ഞെടുപ്പിൻ്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കോർപ്പറേഷൻ്റെ ഒരു കോൺടസ്റ്റിൽ സവിശേഷമായിട്ട് നയിക്കുക എന്നുള്ളൊരു ചുമതല നൽകുകയുണ്ടായി ടി മേരി വർഗീസിനെ സംബന്ധിച്ചിട്ട്. അപ്പോൾ ആ അനുഭവം, ആ പ്രചാരണവും മുന്നോട്ട് പോക്കും ഒക്കെ ഈ രീതിയിൽ അതിൻ്റെ വിജയത്തിന് ശേഷവും നയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലേക്കുള്ള ഒരു ആത്മവിശ്വാസം നൽകിയിരുന്നോ? സ്വാഭാവികമായിട്ടും ഇപ്പോൾ താങ്കൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ 3.5 പതിറ്റാണ്ട് ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ, ഒരു KPCC ജനറൽ സെക്രട്ടറിയുടെ ഒരാൾക്ക് കോർപ്പറേഷനിലേക്ക് കൗൺസിലറായിട്ട് മത്സരിക്കുമ്പോൾ പാർട്ടിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണല്ലോ. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ആ പ്രതീക്ഷ അത് തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പുള്ള പ്രവർത്തന കാര്യങ്ങളിലും ഞാൻ ഒപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിനായിരുന്നു ചാർജ്. എന്നോട് ഏറ്റവും എനിക്ക് വലിയ പിന്തുണ തരികയും ഈ തെരഞ്ഞെടുപ്പിൽ അത് ലീഡ് ചെയ്യണമെന്നുള്ള നിലയ്ക്ക് തന്നെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഞാൻ അദ്ദേഹത്തെ ഇതിൻ്റെ അകത്ത് കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതിൻ്റെ അകത്ത് ഒരാൾ മാത്രം എടുത്ത ഒരു തീരുമാനമോ ഒന്നുമല്ല. അതിൻ്റെ അകത്ത് ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ തെറ്റുകൾ എന്താണെന്നുള്ളത് ബോധ്യമുള്ളതുകൊണ്ടാണ് പാർട്ടി ഒരു അന്വേഷണം പറഞ്ഞിരിക്കുന്നത്. അന്വേഷണം നടക്കട്ടെ. അതെ, അന്വേഷണം നടന്ന് അതിനൊരു ഫലപ്രാപ്തി ഉണ്ടാവുക തന്നെ വേണം. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വരുന്നത് ടി മേരി വർഗീസ് ഈ വിഷയം മാധ്യമങ്ങളോടുകൂടി സംസാരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇങ്ങനെ ഒരു വിഷയത്തിൻ്റെ ഗൗരവത്തിലേക്ക് വരുന്നത്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൽ മാത്രമല്ല മറ്റ് പാർട്ടികളിലുമെല്ലാം സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു സംവരണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മറിച്ച് അവകാശപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കുന്നതിലും ആ പദവികൾ ലഭിക്കുന്നതിലും അതിനെ നടപ്പിൽ വരുത്തുന്നതിലും ഒക്കെയുള്ള അവസരങ്ങൾ ഏതൊക്കെയോ ഘട്ടത്തിൽ വഴിതിരിഞ്ഞു പോവുകയോ ഒരു കാര്യം പറയാം. എന്നോട് പ്രവർത്തിക്കാൻ പറഞ്ഞു, അത് നേതൃത്വം കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാനത് ചെയ്തിട്ടുണ്ട്. ഞാൻ വളരെ ഭംഗിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. വലിയ ഭൂരിപക്ഷത്തിലാണ് ഞാൻ എൻ്റെ ഡിവിഷനിൽ ജനങ്ങൾ എന്നെ വിജയിപ്പിച്ചത്. അത്രത്തോളം എൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടത് ഞാൻ ചെയ്തിട്ടുണ്ട്. പാർട്ടിക്ക് ഞാൻ വേണ്ട, ദീപ്തി എന്ന വ്യക്തിയല്ല ഇതിന് വേണ്ടത്, മറ്റൊരാൾ ആണ് വേണ്ടത് എന്ന് തോന്നിയെങ്കിൽ അങ്ങനെ തീരുമാനം എടുക്കട്ടെ. ഈ ആളല്ല ഇതിന് യോഗ്യതയുള്ള ആൾ, മറ്റൊരാളാണ് ഇതിന് യോഗ്യതയുള്ളത്, അല്ലെങ്കിൽ മറ്റ് 2 പേരാണ് ഇതിന് യോഗ്യതയുള്ളത് എന്ന് പാർട്ടിക്ക് തീരുമാനമെടുത്തെങ്കിൽ അങ്ങനെ തീരുമാനിക്കട്ടെ. അത്രമാത്രം എനിക്ക് അതിനെപ്പറ്റി പറയാം. തീരുമാനിക്കാം, തീർച്ചയായിട്ടും. പക്ഷേ നമ്മൾ സംസാരിക്കുന്നത് മാർച്ച് മാസത്തിലാണ്. മാർച്ച് 8 കഴിഞ്ഞിട്ടേ ഉള്ളൂ. സ്ത്രീകൾ, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിലെ സ്ത്രീകൾ മാത്രമല്ല, സാംസ്കാരിക മേഖലയിൽ കോൺഗ്രസിലുള്ളവരും ഇടതുപക്ഷത്തുള്ളവരുമായിട്ടുള്ള സ്ത്രീകൾ സവിശേഷമായിട്ട് ഈ വിഷയത്തെ കാണുകയുണ്ടായി. കാരണം ഒരു വനിതാ നേതാവ് ഈ രീതിയിൽ ഉയർന്ന് പറയേണ്ടിയിരിക്കുന്നു, അത് എല്ലാ മേഖലയിലും വരേണ്ടിയിരിക്കുന്നു. അതിലൊരു പ്രശ്നമുണ്ട്. ഈ വനിതാ മേയറാണ്, അപ്പോൾ എനിക്ക് പകരം വന്നിരിക്കുന്നത് വനിതകളാണ്. അതിൻ്റെ അകത്തൊരു സ്ത്രീ വിഷയം ഞാൻ കാണുന്നില്ല, മറിച്ച് അതിൻ്റെ അകത്ത് ഒരു നയപരമായ വിഷയമാണുള്ളത്. അത് പ്രവർത്തിച്ചു വരുന്ന സംഘടനയിൽ ശക്തമായി പ്രവർത്തിച്ചു വരുന്ന സ്ത്രീകൾക്ക് അക്കോർഡിംഗ് ടു ദി മെറിറ്റ് എന്ത് കൊടുക്കണം എന്ത് കൊടുക്കണ്ട എന്ന് പാർട്ടി നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. അപ്പം ഞാൻ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ വിചാരിക്കുന്ന കാര്യം, എന്നെ ആ പദവിയിൽ ഇരിക്കുവാൻ, ആ ഉത്തരവാദിത്തത്തിൽ ഇരിക്കുവാൻ ഞാൻ അയോഗ്യയാണെന്നോ അല്ലെങ്കിൽ എന്നെ വേണ്ട എന്നോ പാർട്ടി തീരുമാനിച്ചു. ആ തീരുമാനം ഞാൻ അംഗീകരിച്ചിരിക്കുക. അപ്പോൾ ഇനി തീരുമാനിച്ചവരാരാണോ അവർ നയിക്കട്ടെ, അവർ ചെയ്യട്ടെ. അത് അയോഗ്യയാണ് എന്ന് തീരുമാനിച്ചു എന്ന് പറയാൻ കഴിയുമോ? യോഗ്യത ഉള്ള പലർ വന്നു. യോഗ്യതയുണ്ടെങ്കിൽ ഞാൻ ആകുമായിരുന്നല്ലോ. എന്നേക്കാൾ യോഗ്യതയുള്ളവരാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാണ് പാർട്ടി കരുതുന്നത്. അതുകൊണ്ടാണ് അവരിയ്ക്കുന്നത്. എൻ്റെ എല്ലാ പിന്തുണയും ഞാൻ അവർക്ക് കൊടുക്കുക. അതുകൊണ്ട് എന്നേക്കാൾ യോഗ്യരായ 2 ആളുകളെ പാർട്ടി തീരുമാനിച്ചു. അവർ ആ ഉത്തരവാദിത്തം ചെയ്യട്ടെ. അവരെക്കാൾ യോഗ്യത കുറഞ്ഞ ഞാൻ അവരെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം. അത് ഞാൻ ചെയ്യാൻ പോവുകയാണ്.
അവിടെയാണ് അത് ഒരു അടഞ്ഞ അധ്യായമാണെന്ന് സൂചിപ്പിക്കുന്നത്. പക്ഷേ ആ അടഞ്ഞ അധ്യായങ്ങൾ ഒരു വാതിൽ തുറക്കുമ്പോൾ, ഇപ്പോൾ പകുതി അടഞ്ഞ ഒരു വാതിൽ പുറമേ നിന്ന് നോക്കുമ്പോൾ പകുതി അടഞ്ഞു എന്ന് തോന്നുമെങ്കിലും മറ്റൊരു ഭാഗത്ത് നോക്കുമ്പോൾ പകുതി തുറന്നിരിക്കുന്നതും കൂടിയാണ്. അപ്പോൾ മുൻ DGP ശ്രീലേഖ BJP-യിലേക്ക് വരികയും ഒരു കൗൺസിലറായിട്ട് മാറുകയും ചെയ്യുകയുണ്ടായി. പക്ഷേ കഴിഞ്ഞ ദിവസം അവർ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ കീഴിൽ മത്സരിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത, ആ വാർത്ത കേട്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ദീപ്തി മേരി വർഗീസിൻ്റെ മുഖം ഓർമ്മയിലേക്ക് വന്നു. ആ മുഖം ഓർമ്മയിലേക്ക് വരാൻ കാരണം അതൊരു അടഞ്ഞ അധ്യായമല്ല എന്നുള്ള നിലയ്ക്കാണ്. അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വന്നാൽ അതിനെ എങ്ങനെയാണ് ദീപ്തി മേരി വർഗീസ് കാണുന്നത്? അല്ല, അത് പാർട്ടി അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടി അത്തരത്തിലൊരു അവസരം തരികയാണെങ്കിൽ തീർച്ചയായിട്ടും മത്സരിക്കുമല്ലോ. അതിനകത്ത് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് തീർച്ചയായും ഞാൻ അതിന് അയോഗ്യമായിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ തീർച്ചയായിട്ടും മത്സരിക്കാൻ ഞാനൊരു അയോഗ്യയല്ല. പാർട്ടി അതിനൊരു അവസരം തന്നാൽ തീർച്ചയായിട്ടും മത്സരിക്കും. ഇതിനു മുൻപുള്ള പല വർഷങ്ങളിലും ദീപ്തി മേരി വർഗീസിൻ്റെ പേര് പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വേളയിൽ അനുഭവ സമ്പത്തിൻ്റെയും പരിചയത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തൃക്കാക്കര മണ്ഡലത്തിൽ ദീപ്തിയുടെ പേര് ഉയർന്ന് കേൾക്കുകയും ചെയ്തിരുന്നു. തൃക്കാക്കര മണ്ഡലത്തെ സംബന്ധിച്ചിട്ട് എന്താണ് സംഭവിച്ചിട്ട് പോയത്, അല്ലെങ്കിൽ ഇനി എന്താണ് സാധ്യത എന്നാണ് കരുതുന്നത്? തൃക്കാക്കര മണ്ഡലത്തിൽ PT തോമസിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ പത്നിക്കത് കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. അന്ന് 4 വർഷത്തോളം കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഒരു ടേം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാതെ മരണപ്പെടുകയായിരുന്നു. അന്ന് പാർട്ടി ഒന്നടങ്കം എടുത്ത തീരുമാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മത്സരിപ്പിക്കാം എന്നുള്ളത്. അപ്പം അന്ന് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ആ തീരുമാനത്തിനോടൊപ്പം നിന്നു. അതൊരു ടേമിലേക്ക് അവർ മത്സരിക്കട്ടെ എന്ന് പാർട്ടി തീരുമാനിച്ചു. ആ തീരുമാനം ഞങ്ങളെല്ലാവരും അംഗീകരിച്ചു. എല്ലാവരും ഒറ്റക്കെട്ടായി അതിൻ്റെ അകത്ത് പ്രയത്നിച്ചു. ആ പാർട്ടി ഒറ്റക്കെട്ടായി പ്രയത്നിച്ചതിൻ്റെ ഒരു ഫലമാണ് ആ വലിയ ഭൂരിപക്ഷം ലഭിച്ചത്. തൃക്കാക്കരയെ സംബന്ധിച്ച് 23,800 എന്ന് പറയുന്നത് ബെന്നി ബെഹനാൻ്റെ ഭൂരിപക്ഷമാണ്. ഇത്രയും അന്ന് വോട്ടർമാരില്ലാത്ത ഒരു സാഹചര്യത്തിൽ, ഡീലിമിറ്റേഷൻ കഴിഞ്ഞ് ആദ്യമായി തൃക്കാക്കര നിയോജക മണ്ഡലം രൂപം കൊണ്ട സമയത്ത് ബെന്നി ബെഹനാന് കിട്ടിയത് 23,800 വോട്ടാണ്. അതിൽ നിന്ന് അല്പം കൂടി വോട്ട് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അത് ഒരു ഉപതെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ കേരളത്തിലെ മുഴുവൻ നേതാക്കളും, കോൺഗ്രസിൻ്റെ നേതാക്കൾ, പാർട്ടിയുടെ ഏറ്റവും സ്ട്രോങ് ഫോൾഡായിട്ടുള്ള മണ്ഡലമാണ് തൃക്കാക്കര. അവിടെ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയും കൂടെ ചെയ്തപ്പോൾ വലിയ ഭൂരിപക്ഷം കിട്ടി. അത് പാർട്ടിയുടെ വിജയമാണ്. അതിൻ്റെ അകത്ത് പാർട്ടിയുടെ വിജയവും ഒപ്പം തന്നെ PT തോമസിന്റെ ഓർമ്മയും ആ ഓർമ്മയുമായി ബന്ധപ്പെട്ട അതെന്താണെന്നുള്ളത് നിങ്ങൾ അസസ് ചെയ്തോ? കാരണം ബെന്നി ബെഹനാൻ മത്സരിക്കുമ്പോഴും 23,800 ഇത്രയും വോട്ടർമാരില്ലാത്ത സാഹചര്യത്തിൽ കിട്ടിയ മണ്ഡലമാണ് തൃക്കാക്കര. പിന്നീട് PT തോമസ് മത്സരിച്ചപ്പോൾ 2 തവണയും പിന്നോട്ട് പോവുകയും ചെയ്തു. ആ കാരണത്തിലേക്കൊന്നും ഞാനിപ്പോൾ തൽക്കാലം കടക്കുന്നില്ല. ബെന്നി ബെഹനാന് വലിയ ഭൂരിപക്ഷം കിട്ടുകയും പിന്നീട് ബെന്നി ബെഹനാൻ ഒരു തവണ MLA ആയി നിൽക്കുന്നു. നല്ല MLA ആയിരുന്നു, നന്നായി പ്രവർത്തിച്ചിരുന്ന ഒരു MLA ആയിരുന്നു. ആ MLA മാറ്റിയിട്ടാണ് അന്ന് ഇടുക്കിയിൽ നിന്ന് PT തോമസിന് ഈ സീറ്റ് കൊടുക്കുന്നത്. ഈ സീറ്റ് കൊടുത്തപ്പോൾ 9,500 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് PTക്ക് കിട്ടിയത്. വല്ലാതെ വോട്ട് കുറഞ്ഞ അന്ന് വലിയൊരു പ്രവർത്തകരുടെ ഇടയിൽ തന്നെ വലിയ രോഷമുണ്ടായി. ഒറ്റത്തവണ മത്സരിച്ച ബെന്നി ബെഹനാനെ പോലെ ഉള്ള ഒരു MLA മാറ്റി എന്നുള്ള ഒരു വലിയ വികാരമുണ്ടായി. എന്നിരുന്നാലും തൃക്കാക്കര ജയിച്ചു. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് തൃക്കാക്കര ഏറ്റവും സ്ട്രോങ് ഫോൾഡായിട്ടുള്ള ഒരു മണ്ഡലമാണ്. പിന്നീട് അദ്ദേഹം 2 തവണ മത്സരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം മരണപ്പെടുന്നു. അതിനുശേഷം ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കുന്നു. അത് ആ ടേം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. ഇനിയിപ്പോൾ അവർ തുടരണോ വേണ്ടയോ എന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പാർട്ടി തുടരണമെന്ന് തീരുമാനിച്ചാൽ തുടരണം. ഞങ്ങളെല്ലാവരും ശക്തമായി പ്രവർത്തിക്കും. തുടരാൻ ആഗ്രഹമില്ല എന്നുള്ള നിലയ്ക്ക് അവർ പ്രതികരിച്ചു എന്നുള്ള രീതിയിലുള്ള വാർത്ത, ഉമാ തോമസ് അങ്ങനെ പ്രതികരിച്ചു എന്നുള്ള രീതിയിലുള്ള ചില വാർത്തകൾ ചില മാധ്യമങ്ങളിൽ വരികയുണ്ടായി. തൃക്കാക്കര മണ്ഡലം ഉൾക്കൊള്ളുന്ന ഇടത്താണ് ദീപ്തി മേരി വർഗീസ് താമസിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മണ്ഡലവുമായിട്ട് ദീപ്തി മേരി വർഗീസിൻ്റെ ഒരു ബന്ധം എങ്ങനെയാണ്, ജനങ്ങളുമായിട്ടുള്ള ബന്ധം? തൃക്കാക്കര തൃപ്പൂണിത്തുറ ആയിരുന്നപ്പോഴും ഞാൻ അവിടെ തന്നെയാണ് താമസിച്ചിരുന്നത്. ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാൻ താമസിക്കുന്ന സ്ഥലം, ഞാൻ എൻ്റെ പ്രവർത്തന മണ്ഡലം എൻ്റെ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ ആദ്യം തൃപ്പൂണിത്തുറയായിരുന്നു. പിന്നീട് തൃക്കാക്കരയായി വന്നപ്പോൾ അത് തൃക്കാക്കര ആണ്.
ഞാൻ കൗൺസിലറായി 2 പ്രാവശ്യമായിട്ട് ഇപ്പോൾ വിജയിക്കുന്നതും അതേ മണ്ഡലത്തിൽ നിന്നാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ സ്വന്തം സ്ഥലമാണ്, ഞാൻ ജീവിച്ച് വളർന്ന എൻ്റെ സ്ഥലമാണ്. പ്രവർത്തകരെല്ലാം എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന പ്രവർത്തകരാണ്. വളരെ സ്നേഹത്തോടെ എന്നോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അതെൻ്റെ ശരിക്കും ഹോം കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. തൃക്കാക്കര മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായാൽ മറ്റൊന്നും ആലോചിക്കാതെ ഒരു ഹോംവർക്കും ഇല്ലാതെ നേരെ കാലെടുത്ത് വെച്ച് തുടങ്ങാവുന്ന ഒന്നേ ഉള്ളൂ ദീപ്തി മേരി അല്ല, വർഗീസിനെ എന്നെ സംബന്ധിച്ചല്ല. തൃക്കാക്കര മണ്ഡലത്തിൻ്റെ പ്രത്യേകത, അവിടെ കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ ആര് മത്സരിച്ചാലും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. അതിന് പ്രത്യേകിച്ച് സഹതാപ തരംഗമോ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. കോൺഗ്രസിൻ്റെ മണ്ഡലമാണ് തൃക്കാക്കര. വലിയ ഭൂരിപക്ഷത്തിന് ഇപ്രാവശ്യം ജയിക്കും ആര് നിന്നാലും. മേരി വർഗീസ് ആകുമ്പോൾ ഓരോരുത്തരെയും പേര് വിളിച്ചും വിശേഷങ്ങൾ ചോദിച്ചും കുടുംബ വിശേഷങ്ങൾ ചോദിച്ചും ഒക്കെ വോട്ട് ചോദിക്കാവുന്ന ഒരു സന്ദർഭമില്ലേ അല്ല, എന്നാണ് അതൊക്കെ ഉണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് അവിടെ ആര് നിന്നാലും വിജയിക്കും. ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത, ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ 1 സീറ്റാണ് തൃക്കാക്കര.